നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ദുബായ് എമിറേറ്റ്സ് എഞ്ചിനീയർമാർക്കായി റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ നടത്തുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളിൽ ദുബായ് എമിറേറ്റ്സ് നേരിട്ട് നിയമന പരിപാടികൾ സംഘടിപ്പിക്കും. ദുബായിലും അന്താരാഷ്ട്ര സ്ഥലങ്ങളിലും നിലവിലുള്ള ഒഴിവുകൾക്ക് പുറമെ ശ്രീലങ്ക, മലേഷ്യ, തായ്ലൻഡ്, മറ്റു പ്രധാന വിപണികൾ എന്നിവിടങ്ങളിലും റിക്രൂട്ട്മെന്റ് സെഷനുകൾ നടക്കുമെന്ന് എയർലൈൻ സ്ഥിരീകരിച്ചു. കൊളംബോയിൽ ജൂലൈ 7, കോലാലംപൂരിൽ ജൂലൈ 7-8, ബാങ്കോങ്ങിൽ ജൂലൈ 7-8, മുംബൈയിൽ ജൂലൈ 21-22, ന്യൂഡൽഹിയിൽ ജൂലൈ 24-25 എന്നീ ദിവസങ്ങളിലാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികളെ എമിറേറ്റ്സ് റിക്രൂട്ടർമാർ, മാനേജർമാർ, എഞ്ചിനീയറിംഗ് ടീമുകൾ എന്നിവരുമായി അഭിമുഖത്തിന് ക്ഷണിക്കും. എയർക്രാഫ്റ്റ് ടെക്നീഷ്യന്മാർ, ലൈസൻസുള്ള എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർ, സീനിയർ മെക്കാനിക്കുകൾ, വർക്ക്ഷോപ്പ് ക്യാബിൻ ടെക്നീഷ്യന്മാർ, വെയർഹൌസ് ലോജിസ്റ്റിക്സ് അസിസ്റ്റന്റുമാർ, മെയിന്റനൻസ് സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റുകൾ എന്നിവരുൾപ്പെടെ നിരവധി എഞ്ചിനീയറിംഗ് സാങ്കേതിക തസ്തികകളിലേക്കാണ് നിയമനം. ദുബായിൽ മാത്രമല്ല, ലണ്ടൻ, ഇസ്താംബുൾ, ഹോങ്കോങ്, ചെന്നൈ, അഹമ്മദാബാദ്, ഹൈദരാബാദ്, മെൽബൺ തുടങ്ങിയ നഗരങ്ങളിലും ഒഴിവുകൾ ലഭ്യമാണ്. ദുബായിലെ മെയിന്റനൻസ്, സംഭരണം, സാങ്കേതിക പരിശീലന പ്രവർത്തനങ്ങൾ എന്നിവയിലായി UAEയിൽ എമിറേറ്റ്സ് 16 എഞ്ചിനീയറിംഗ് അനുബന്ധ തസ്തികകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ തസ്തികകളിൽ എയർക്രാഫ്റ്റ് മെക്കാനിക്സ്, വാറന്റി ഓഫീസർമാർ, പ്രൊക്യൂർമെന്റ് മാനേജർമാർ, വർക്ക്ഷോപ്പ് എഞ്ചിനീയർമാർ, ലൈസൻസുള്ള എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർ എന്നിവർ ഉൾപ്പെടുന്നു. ഈ നിയമനങ്ങളെല്ലാം എമിറേറ്റ്സിന്റെ ദുബായ് ഹബ്ബിലായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് ഇവന്റുകൾക്ക് രജിസ്റ്റർ ചെയ്തോ എമിറേറ്റ്സിന്റെ കരിയർ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിച്ചോ ക്യാമ്പയിനിൽ ഭാഗമാകാം. തെരഞ്ഞെടുത്ത അപേക്ഷകരെ ഒരു ഘടനാപരമായ നിയമന പ്രക്രിയയ്ക്ക് കീഴിൽ അഭിമുഖങ്ങൾക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. 2025-26 സാമ്പത്തിക വർഷത്തിൽ എമിറേറ്റ്സ് ഗ്രൂപ്പ് റെക്കോർഡ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലാഭം, വരുമാനം, കരുതൽ ധനം എന്നിവയിൽ ചരിത്രപരമായ ഉയരങ്ങൾ രേഖപ്പെടുത്തിയതോടെ കമ്പനി ജീവനക്കാർക്ക് 20 ആഴ്ചത്തെ ശമ്പള ബോണസ് നൽകി. വ്യോമയാന മേഖലയെ ബാധിച്ച ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ഗ്രൂപ്പ് നികുതിക്ക് മുമ്പുള്ള ലാഭം 24.4 ബില്യൺ ദിർഹവും വരുമാനം 150.5 ബില്യൺ ദിർഹവും ക്യാഷ് ആസ്തി 50.6 ബില്യൺ ദിർഹവും രേഖപ്പെടുത്തി. എമിറേറ്റ്സിലും ഡിനാറ്റയിലും നിയമനങ്ങൾ തുടരുന്നതിന്റെ പ്രതിഫലനമായി ജീവനക്കാരുടെ എണ്ണവും 8% വർദ്ധിച്ച് 1,30,919 ആയിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം ഒഴിവുകളാണ് വരുന്നത്. നിങ്ങളും ഇതിനുവേണ്ടി ശ്രമിക്കൂ. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.